അത് കണ്ടില്ല, അപ്പുറപ്പം പൂട്ടി താക്കോലായിട്ട് പോയിരിക്കുക. പലവട്ടം എന്നെ വെളി ചാടിച്ച് ഇവിടെ കെടുത്തേക്ക് തീറ്റിയും കൂടിയൊക്കെ ഇന്നലെ പൂട്ടിയിട്ട് പോയത്, ഇതുവരെ വന്നിട്ടില്ല. ഇവിടെയൊക്കെ ഒന്ന് പട്ടിയും പൂച്ചയും കയറി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത്. ലൈറ്റൊന്നും ഇല്ല, ലൈറ്റ് എല്ലാം ക്ലോസ് ആക്കിയിട്ടിട്ട് പോയേക്കുക. ആഹാരമൊക്കെ ഇപ്പം കടയിൽ ഇപ്പം നാട്ടിൽ വരും, അങ്ങനെ വിളിച്ച് തരുക. അല്ല ആഹാരമൊന്നുമില്ല, ആഹാരമൊന്നും കഴിക്കാൻ തരത്തില്ല. അതുകൊണ്ട് ഞാൻ 33 വർഷമായി ഗൾഫിൽ പോയിട്ട്. 33 വർഷം ഗൾഫിൽ പോയി. ഈ ഇവിടെ കല്യാണം കഴിച്ച് 30 വർഷമായി. 30 വർഷം കൊണ്ട് ഒരു രൂപ നടക്കാതെ മാസം പൈസ അയച്ചു കൊടുക്കുക അക്കൗണ്ടിൽ. ബാങ്കാണ് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില ആൾക്കാർ ഈ പൈസ എല്ലാം കൂടെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ഒരു അക്കൗണ്ടിലോട്ട്. അക്കൗണ്ട് അമ്മയെ കൊണ്ട് ആരെങ്കിലും മിത്രങ്ങൾക്ക് 5 പൈസ കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ പൈസ അവിടെ അക്കൗണ്ടിൽ വരുന്നത്. 30 കൊല്ലം കൊണ്ടും അവിടെ അക്കൗണ്ടിലെ പൈസ ബാങ്ക് അയക്കുക. അവിടുത്തെ ബാങ്കും ഇവിടുത്തെ ബാങ്കായിട്ട് അറിഞ്ഞാണ് പൈസ. ഈ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്കത് ഇത് ഉപകാരപ്പെടും. ഈ മനുഷ്യൻ 33 കൊല്ലം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ ഏകദേശം മൊത്തം ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് അയച്ചത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും വേണ്ടാതെ പുറത്ത് കിടക്കുകയാണ്. ഭക്ഷണമൊക്കെ നാട്ടുകാർ കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞു. ഓക്കെ, ഭാര്യ പറയുന്നത് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുണ്ട്. ഏതൊരു പ്രവാസി ആയിക്കോട്ടെ, എത്ര കൊല്ലം നിന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാറ്റി വെക്കുക. പിന്നെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അയക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഭാര്യയ്ക്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് അയച്ചു കൊടുക്കുന്നൊന്നും കുഴപ്പമില്ല. എപ്പോഴും ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, പിന്നെ വീടും പറമ്പ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടും പറമ്പൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ 2 പേരുടെയും പേരിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ചില പ്രവാസികളൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഭാര്യമാരെ വാക്ക് വിശ്വസിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അവരെ പേരിൽ എന്ത് ചെയ്യും, അവർ അത് സോപ്പിട്ട് വാങ്ങുകയും ചെയ്യും. അവരെ പേരിലേക്ക് എന്ത് ചെയ്യും, വീടും പറമ്പൊക്കെ വാങ്ങി വെക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രവാസികൾക്ക്, ഏറ്റവും കൂടുതൽ ചതി പറ്റുന്ന പ്രവാസികൾക്കാണ്. ഇവിടുന്ന് വിട്ടിട്ട്, ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് അവിടെ കിടന്നിട്ട് ചെയ്യാത്ത പണികൾ ഉണ്ടാവില്ല. അവരെ കയ്യിൽ കിട്ടുന്നതിന്റെ ഫണ്ട് ഇപ്പം 30 രൂപ കിട്ടുന്നെങ്കിൽ അത് അവിടുന്ന് കടം വാങ്ങിയിട്ട് 35-40 അയച്ചു കൊടുക്കുന്ന പ്രവാസികളാണ് കൂടുതലും. എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം, ഭാര്യ നന്നായി ജീവിച്ചോട്ടെ. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കല്ലേ, ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികളാണ് കൂടുതൽ കേട്ടോ. അത് എന്ത് ചെയ്യും, ഇവർ യൂസ് ചെയ്യും. ഓക്കെ, ഇദ്ദേഹത്തിന് പറ്റിയത് തന്നെയാണ്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. എന്നാലും പ്രവാസികൾ പഠിക്കൂല. എപ്പോഴും ഞാൻ പറയട്ടെ, ഏത് ഭാര്യയായാലും നിങ്ങളോട് എങ്ങനെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു പിടിവള്ളി, വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഒരു പിടിവള്ളി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ഭാര്യമാരുടെ പേരിലൊന്നും ഒറ്റയ്ക്കൊന്നും ഒരു പ്രോപ്പർട്ടിയും ആരും ഇപ്പം വാങ്ങി കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പാവങ്ങൾ പെട്ടുപോകുന്നുണ്ട്. കാരണം വെച്ചാൽ അവരെ പേരിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അവർക്ക് വേണ്ട. പിന്നെ പ്രായമായി കഴിഞ്ഞാൽ മനുഷ്യനാർക്കും വേണ്ട. ഓക്കെ, പ്രായമായി കഴിഞ്ഞാൽ മനുഷ്യനാർക്കും വേണ്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്ക് ആള് തേടി വരും. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ. അപ്പം ശ്രദ്ധിക്കുക, ഭാര്യമാരെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇടുന്നൊന്നും കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ഒരു പിടിവള്ളി നമ്മുടെ കയ്യിൽ, പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ചതിയപ്പെടുന്നത്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പിടിവള്ളി ഉണ്ടായിരിക്കണം. ഒരിക്കലും ഭാര്യയുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി എടുക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ 2 പേരുടെയും കൂടെ എടുക്കുക. 2 പേരുടെയും ജോയിന്റ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ തന്നെ എടുക്കുക. നിങ്ങളുടെ കാലശേഷം മക്കളുടെ പേരിലേക്കോ ഭാര്യയുടെ പേരിലേക്കോ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ മൂഞ്ചിരിക്കും. ഓക്കെ.